വചനവായന 23-ാം ദിവസം. താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിൻ്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി. ഗരാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിൻ്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി. അവർ തന്നോട് വഴക്കിന് വന്നതുകൊണ്ട് അവൻ ആ കിണറിന് എസെക്ക് എന്ന് പേരിട്ടു. അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു. അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി. അതുകൊണ്ട് അതിനെ അവൻ സിസ്താന എന്ന് വിളിച്ചു. അവിടെ നിന്നു മാറി അകലെ അവൻ വേറൊരു കിണർ കുഴിച്ചു. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല. അവൻ അതിന് റഹോബത്ത് എന്ന് പേരിട്ടു. കാരണം അവൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു, ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരായിരിക്കും. അവിടെ നിന്ന് അവൻ ബേർഷബയിലേക്ക് പോയി. ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു, നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു, കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. അവൻ അവിടെ കൂടാരം അടിച്ചു. ഇസഹാക്കിൻ്റെ ഭൃത്യന്മാർ അവിടെ ഒരു കിണർ കുഴിച്ചു. ഗരാറിൽ നിന്ന് അബിമലേക്ക് തൻ്റെ ആലോചനക്കാരനായ അഹ്സൂത്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസഹാക്കിനെ കാണുവാൻ ചെന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിന് എൻ്റെ അടുക്കിലേക്ക് വന്നു? അവർ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം. നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ്. അവൻ അവർക്കൊരു വിരുന്നൊരുക്കി. അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു. രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു. ഇസഹാക്ക് അവരെ യാത്രയാക്കി. അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി. അന്നു തന്നെ ഇസഹാക്കിൻ്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരിക്കുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു. അവൻ അതിന് ഷെബ എന്ന് പേരിട്ടു. അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേർഷബ എന്നാണ് പേര്. 40 വയസ്സായപ്പോൾ ഏസാവ് ഹിത്യനായ ബേരിയുടെ പുത്രി യൂദിത്തിനെയും ഹിത്യനായ ഏലോണിൻ്റെ പുത്രി ബാസ്മത്തിനെയും വിവാഹം ചെയ്തു. അവർ ഇസഹാക്കിൻ്റെയും റെബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി.